അങ്ങനെ അവൾ ക്ലീനിങ് സ്റ്റാഫിന്റെ യൂണിഫോം ഇട്ട് വരുമ്പോൾ കമ്പനിയിലെ ഒരു സ്റ്റാഫ് ലേഡി അവൾ ക്ലീനറാണെന്ന് കരുതി അവളെ തള്ളിയിട്ടിട്ട് ഈ റെഡ് കാർപ്പറ്റ് നശിപ്പിക്കാതെ മാഡത്തെ വെൽക്കം ചെയ്യാനാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവളാണ് മിസ്റ്റർ ഫുവിന്റെ ഭാര്യയെന്ന് പറയാൻ വന്നത്. കറക്റ്റ് ടൈമിൽ ഫൂജിൻസിന്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ട് ക്ലീനിങ് സ്റ്റാഫിന്റെ ജോലിക്കായി വന്നവളെ കാണുന്നു. സ്റ്റാഫുകൾ ഇവളെ കണ്ടതും മിസ്റ്റർ ഫുവിന്റെ ഭാര്യയാണെന്ന് ഉറപ്പിക്കുകയും അവളെ സ്വീകരിക്കുന്നു. ഇവളും മിസ്റ്റർ ഫുവിന്റെ മനസ്സിൽ ഞാനും ഇപ്പോഴും ഉണ്ടല്ലേ, അതായിരിക്കും ഇവർ എന്നെ മിസ്റ്റർ ഫുവിന്റെ ഭാര്യയെ കാണുന്നെന്ന് വിചാരിച്ച് അതെ ഞാൻ തന്നെയാണ് മിസ്റ്റർ ഫുവിന്റെ ഭാര്യ. അത് കേൾക്കുന്ന ഫൂജിൻഷന് എന്തിനാണ് നീ വീണ്ടും കള്ളം പറയുന്നത്, ഇതെന്റെ ഡ്രസ്സല്ലേ, മിസ്റ്റർ ഫുവിന്റെ ഭാര്യയാണെന്ന് ഫൂജിൻഷൻ പറയുമ്പോൾ സ്റ്റാഫിലെ ഒരു ലേഡി അവൾക്കൊരടി കൊടുത്തിട്ട് നിന്റെ നില വെച്ച് സംസാരിക്കുക, ബോസിന്റെ ഭാര്യ സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് വന്നേക്കുന്നത്. മാഡം ഇട്ടിരിക്കുന്ന ഷൂസും ഡ്രസ്സും എല്ലാം കണ്ടില്ലേ, വളരെ എക്സ്പെൻസീവ് ആണ്. മിസ്റ്റർ ഫുവിന് ഇവളെ മടുത്ത് കാണും, ഇവളെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ പറ്റിയ അവസരമാണ് എന്നോർത്ത് അവൾ ഒരു അവധി കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. എനിക്കൊരു മസാജ് ചെയ്തു തരണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇതെന്റെ ഭർത്താവിന്റെ കമ്പനിയാണ്, എത്ര നാൾ നീ ഈ വേഷമിട്ട് നടക്കുമെന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. ഇവിടെ അവളുടെ അമ്മയും സെക്രട്ടറി മിസ്റ്റർ ഫുവിന്റെ കമ്പനിയിൽ ഒരു കൊളാബറേഷന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വരുമ്പോൾ മിസ്റ്റർ ഫു ഇല്ലാത്തോണ്ട് തന്നെ തിരിച്ചു പോകുന്നു. അന്നേ ആ ഒരു സമയത്ത് ഫൂജിൻഷന്റെ അവരുടെ മുന്നിൽ കൂടെ നടന്നു പോവുകയായിരിക്കും. പക്ഷേ രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. ഇവൾ വില കൂടിയ ഡ്രിങ്ക്സ് ആദ്യമായിട്ട് കുടിക്കുകയായിരിക്കും. ഒപ്പം ഫൂജിൻഷൻ അവൾക്ക് മസാജ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അന്നേരം ഇവൾക്കൊരു പണി കൊടുക്കാമെന്ന് കരുതി തോളിന്റെ എല്ല് മുറുകെ അമർത്തുന്നു. ദേഷ്യം വന്ന അവളെ അടിക്കാനായി നോക്കുമെങ്കിലും അതിൽ നിന്ന് അതിസാഹസികമായി ഫൂജിൻഷൻ രക്ഷപ്പെടുന്നു. എന്നാൽ അടിക്കുന്നിടയിൽ അവൾ താഴെ വീഴുകയും പെട്ടെന്ന് അതുവഴി വന്ന ഒരു സ്റ്റാഫ് ലേഡി ഫൂജിൻഷനാണ് മേഡത്തിനെ തള്ളിയിട്ട് വീഴ്ത്തിയെന്ന് കരുതി അവളെ അടിക്കാനായി വന്നതും അവൾക്കായിരിക്കും അടി കൊള്ളുക. മേഡത്തിന്റെ എല്ലാ സേവനവും കഴിഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജോലി നോക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അന്നേരം മിസ്റ്റർ ഫൂജിൻഷനെ വിളിച്ച് കമ്പനിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്, എന്തായാലും ഉടനെ ഞാൻ വീട്ടിലെത്തും എന്ന് പറയുകയാണ്. എന്നിട്ട് വർക്കെല്ലാം അസിസ്റ്റന്റ് ഏൽപ്പിച്ച് എനിക്ക് ഡയപ്പർ മാറ്റാൻ സമയമായി എന്ന് പറഞ്ഞ് ഒരു പാവയെടുത്തിട്ട് പോകുന്നു. അടുത്ത ദിവസം അവൾ വാഷ്റൂമിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ ലേഡീസ് ടോയ്ലറ്റിലേക്ക് കയറി അവളെ മോശമായി ബിഹേവ് ചെയ്യുകയാണ്. ആ ദിവസമായിരുന്നു മിസ്റ്റർ ഫു കമ്പനിയിലേക്ക് വരുന്നത്. മിസ്റ്റർ ഫു എബ്രോഡിൽ ആയതിനാൽ ഭാര്യയായ ഫൂജിൻഷന്റെ കമ്പനി മേൽനോട്ടത്തിൽ കമ്പനിക്ക് കോടിക്കണക്കിന് ലാഭമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഫു അവൾക്ക് വേണ്ടി ഒരു നെക്ലസുമായിട്ടാണ് എബ്രോഡിൽ നിന്ന് വന്നത്. ഇവിടെ വാഷ്റൂമിൽ അയാളോട് ഞാൻ മിസ്റ്റർ ഫുവിന്റെ ഭാര്യയാണെന്ന് പറയുമെങ്കിലും അയാൾ അതൊന്നും വിശ്വസിക്കാതെ അവളെ ഉപദ്രവിക്കുകയായിരിക്കും. ഇവിടെ ഓഫീസിൽ വരുമ്പോൾ അവളെ കാണുന്നില്ല. അവളെവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ ചിലർ പറയുന്നത് റെസ്റ്റ് റൂമിലായിരിക്കുമെന്ന് അസിസ്റ്റന്റ് പറയുന്നു. എന്നാൽ അവൾക്ക് ആ പണി കൊടുത്തത് വേറെ ആരുമല്ലായിരിക്കും, അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും ആ സ്റ്റാഫുമാണ്. എന്നിട്ട് തന്റെ അനുവാദമില്ലാതെ ആരെയും അകത്ത് കടത്തരുതെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അകത്ത് ഫൂജിൻഷൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അയാൾ അവളെ വിടുന്നില്ല. ഇവൾ എത്ര ഒച്ചുണ്ടാക്കിയാലും മിസ്റ്റർ ഫുവിന്റെ ഭാര്യയുടെ ഓർഡറാണ്, അതുകൊണ്ട് ആരും നിന്നെ സഹായിക്കാൻ വരില്ലെന്ന് പറയുമ്പോഴാണ് ഇതെല്ലാം അവളുടെ പ്ലാനാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. കറക്റ്റ് ടൈമിൽ മിസ്റ്റർ ഫു വരികയും അയാൾക്കൊരെണ്ണം പൊട്ടിച്ച് അവളെ സേവ് ചെയ്യുന്നു. അവൻ വന്നതിൽ അവൾക്കൊരുപാട് ഹാപ്പി ആവുകയും ആരാണ് അടിച്ചതെന്ന് അറിയാതെ തിരിഞ്ഞു നോക്കുമ്പോൾ മിസ്റ്റർ ഫുവിനെ കാണുന്നു. ആരാണ് നിന്നെ എൻ്റെ ഭാര്യ ഉപദ്രവിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കൈ തിരിച്ച് ഒടിക്കുകയാണ്. ഇവിടെ ഇവൾ അവളെ ഇല്ലാതാക്കിയിട്ടുണ്ടാകും, എല്ലാവർക്കും മുന്നിൽ അവളെ നാണം കെടുത്താമെന്ന് പറഞ്ഞു പോകുമ്പോൾ മിസ്റ്റർ ഫൂജിൻസിനെ എടുത്തിട്ട് പോകുന്നത് ഒരു സ്റ്റാഫ് കാണുകയും അത് അവൾക്ക് കാണിക്കുകയും അത് മിസ്റ്റർ ഫുവാണ് എടുത്തിട്ട് പോകുന്നെന്ന് അറിയാതെ അവളുടെ കാൽ വല്ലതും ഒടിഞ്ഞിട്ടുണ്ടായിരിക്കും, അതായിരിക്കും പൊക്കിക്കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞ് അവരെ നിർത്തി. നീ കാരണം ഈ കമ്പനി നാണക്കേടാണ് വരുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അവളെ താഴെ ഇറക്കി മിസ്റ്റർ ഫു തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് എല്ലാവരും ഷോക്ക് ആവുന്നത്. അവളെ മാഡം എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇവളെയാണോ മാഡം എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനിവൾ എൻ്റെ ഭാര്യയല്ലല്ലോ. ഫൂജിൻഷനെ ചേർത്ത് പിടിച്ച് ഇവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നു. അപ്പോൾ അവൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇവർ എന്നെ സ്വീകരിക്കാനായിട്ട് നിന്നെന്ന് പറയുമ്പോൾ നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും നശിപ്പിക്കാൻ നോക്കിയതല്ലേ, ഞാനിത് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാനായി വരുന്നു. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അധോഗതിയാന്ന് പറഞ്ഞ് അവനും പോകുന്നു. മിസ്റ്റർ ഫുവിന്റെ ഭാര്യയല്ലേ എന്നറിഞ്ഞതോടെ സ്റ്റാഫുകൾ അവളെ തട്ടി മാറ്റിയിട്ട് അപമാനിക്കുന്നു. അപ്പോൾ അവൾ വേറൊരു ഐഡിയ എടുക്കുകയാണ്. എൻ്റെയും മിസ്റ്റർ ഫുവിന്റെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാകും എന്ന് പറയുന്നു. ഇവിടെ ഇവൾ മിസ്റ്റർ ഫുവിനോട് കുഞ്ഞിന് വേണ്ടിയാണോ എന്നെ വിവാഹം ചെയ്യുന്നത്, ഇവിടെയുള്ളവർ നിങ്ങൾ അവളെയാണ് വിവാഹം ചെയ്യാനായി പോകുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ അവളെ കിസ് ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്യുകയാണ്.
അവളും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ മാരേജ് രജിസ്റ്റർ ചെയ്യുകയാണ്. എന്നിട്ട് 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഉറപ്പിക്കുന്നു. അത് കേട്ടവൾ, ഇത്രയും നാളും എൻ്റെ യഥാർത്ഥ പാരൻസിനെ കണ്ടിട്ടില്ലല്ലോ, അതൊക്കെ അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് ആദ്യം എൻഗേജ്മെൻറ്റ് നടത്താം, ഉറപ്പായിട്ടും അവരെ കണ്ടെത്താമെന്ന് പറയുന്നു. അവളും ഹാപ്പി ആവുകയാണ്. ഇവിടെ ഓഫീസിലുള്ള എല്ലാവരും ഫോണിലേക്ക് മിസ്റ്റർ ഫുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച ഡേറ്റ് കിട്ടുന്നു. എന്നിട്ട് അവളോട് മാഡത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ദിവസം എത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അവളാണല്ലോ ഇനി ഇവരുടെയൊക്കെ മാഡം, അതുകൊണ്ട് ഇവളെ സോപ്പിട്ട് നിന്നാലാണ് സാലറി കൂട്ടിത്തരുമെന്ന് കരുതി കൂടെ നിൽക്കുന്നു. അന്നേരം അവൾ കയ്യിലുള്ള ഫേക്കായിട്ടുള്ള റിങ് കാണിച്ച് ഇത് മിസ്റ്റർ ഫു തന്നതാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് ക്ലീനിങ് സ്റ്റാഫിന്റെ വേഷമെല്ലാം മാറി ഫു ജിങ്ഷൻ ടിക്ടോപ്പായി വരുമ്പോൾ അവളെ തടഞ്ഞുകൊണ്ട്, നീ എങ്ങോട്ടാണ് വലിഞ്ഞു കയറി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതെന്റെ ഭർത്താവിന്റെ കമ്പനിയാണ്, ഞാൻ പിന്നെ എവിടെയാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ സ്റ്റാഫ് അവൾക്കൊരടി കൊടുത്തിട്ട്, നീ എന്ത് കരുതിയത്, മിസ്റ്റർ ഫുവിന്റെ മാഡത്തിന്റെ എൻഗേജ്മെന്റ് ആണ് വരുന്നത്, നിന്നെ ഒരു പേരിനാണ് അദ്ദേഹം കൂടെ കൊണ്ടേ നടക്കുന്നത്. അപ്പോൾ അവളുടെ കയ്യിലുള്ള സെയിം ആയിട്ടുള്ള റിങ് ഫൂജിൻഷിന്റെ കയ്യിലും കാണുന്നു. പക്ഷേ ഫൂജിന്റെ കയ്യിലുള്ള റിങ് അവൾക്ക് മിസ്റ്റർ ഫു ഗിഫ്റ്റായിട്ട് കൊടുത്തതായിരിക്കും. പക്ഷേ അതാരും വിശ്വസിക്കുന്നില്ല. അവൾ ഫൂജിൻഷിന്റെ കയ്യിലുള്ള റിങ് വാങ്ങിച്ചെടുത്ത് താഴിട്ട് നശിപ്പിക്കുന്നു. പക്ഷേ ഭാഗ്യത്തിന് ആ റിങ്ങിന് ഒന്നും തന്നെ പറ്റിയില്ല. ആ റിങ് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ആ റിങ്ങിൽ ഒരു കോഡുണ്ട്, അത് വെച്ച് സ്കാൻ ചെയ്താൽ റിയൽ ആണോ എന്നറിയാമെന്ന് പറഞ്ഞതും ഒരു ലേഡി സ്റ്റാഫ് അത് വാങ്ങിച്ച് സ്കാൻ ചെയ്യുമ്പോൾ റിയൽ റിങ് ആണെന്ന് അറിയുന്നു. അപ്പോൾ അവളുടെ റിങ്ങും വാങ്ങി നോക്കുമ്പോൾ ഫേക്ക് ആണെന്ന് കാണിക്കുന്നു. ഇപ്പോൾ എന്തായി, ഞാനാണ് മിസ്റ്റർ ഫുവിൻ്റെ ഭാര്യ. സത്യം അറിഞ്ഞതോടെ സ്റ്റാഫ് അവൾക്കൊരെണ്ണം പൊട്ടിച്ച് ഫു ജിങ്ഷനോട്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, എല്ലാത്തിനും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. എന്നാൽ അവൾ, അത് വെറും ഒരു കോഡ് മാത്രമാണ്, അത് വെച്ച് ഒന്നും തെളിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫേക്കായിട്ട് ടെക്നോളജി എല്ലാം വന്നത് പിന്നെ എല്ലാവരും എല്ലാം പറ്റിക്കാം, എളുപ്പമാണ് എന്ന് പറഞ്ഞ് അവളുടെ റിങ് വാങ്ങിച്ച്, ഈ റിങ് വാങ്ങിച്ചത് ഇംഗ്ലണ്ടിലെ ക്യൂ നിന്നാണ്, അത് മില്യൺ കൊടുത്തിട്ട് വാങ്ങിച്ചത്, ഇതിൽ വല്ല കോഡൊക്കെ വിൽക്കുമോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇവൾ പറയുന്നത് കാര്യമാണല്ലോ എന്ന് പറയുന്നു. ഗർഭിണിയായ നിനക്ക് നുണ പറയുന്നത് നിർത്തിക്കൂടെ, ആർക്കറിയാം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ്, എന്നിട്ട് കാശുള്ളവരെ തേടി കണ്ടുപിടിക്കുകയാണ് എന്ന് പറഞ്ഞ് അവളെ അപമാനിക്കുന്നു. കുഞ്ഞിനെയും അവർ മോശമായി പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വന്ന് ആ സ്റ്റാഫിലൊരു ലേഡിക്ക് ഒരു അടി കൊടുത്ത് റിങ് വാങ്ങിച്ചിട്ട് പോകുന്നു. ശേഷം അവൾ മിസ്റ്റർ ഫുവിന് ലഞ്ച് വന്ന് കൊണ്ടു കൊടുക്കുമ്പോൾ അവൾ കരഞ്ഞത് മനസ്സിലാക്കി അവൻ കാര്യം എന്താന്ന് ചോദിക്കുന്നു. മിസ്റ്റർ ഫു വലിയ കമ്പനിയിലെ മാനേജർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടായതിനാൽ ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് കരുതി എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവന് ഫുഡെല്ലാം സെർവ് ചെയ്യുന്നു. എന്നിട്ട് എൻഗേജ്മെന്റ് പാർട്ടി ഇവന്റ് ലുക്ക് കാണിക്കുമ്പോൾ അവൾ മില്യൺ ചെലവാവില്ലേ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഷോൾഡർ അറിയാതെ അവന്റെ താടിയിൽ മുട്ടുന്നു. അവന്റെ താടിയിൽ വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾ ഊതുമ്പോൾ അവൻ അവളെ മടിയിലിരുത്തി കിസ് ചെയ്യാൻ പോകുന്നു. അന്നേരം മിസ്റ്റർ ഫുവിന്റെ അസിസ്റ്റന്റ് ഇത് കാണുകയും വേഗം കണ്ണുപൊത്തി സിംഗിളായിരിക്കുന്നവരുടെ മുന്നിൽ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോൾ മിസ്റ്റർ ഫു പറയുന്നുണ്ട്, ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്, ഇനി മുതൽ ഡോറ് തട്ടിയിട്ട് വേണം വരാനായി എന്ന് പറയുന്നു. അസിസ്റ്റന്റ് വന്നത് മിസ്റ്റർ ഫുവിന് ഒരു മീറ്റിംഗ് ഉണ്ട്, അതും 5 മിനിറ്റേ ഉള്ളൂ, അത് പറയാനായിരിക്കും. നേരം അവൾക്ക് ഉറക്കം വരുന്നതിനാൽ അവൻ അവളെ കസാരയിലിരുത്തി അവൻ്റെ കോട്ടൂരി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അസിസ്റ്റന്റ് മിസ്റ്റർ ഫുവിനോട് കാര്യം പറയുന്നുണ്ട്, മാഡത്തിന് ഓഫീസിന് അടുത്തായിട്ട് ഒരു റൂമും കൂടി സെറ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവസി കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ആദ്യം മിസ്റ്റർ ഫു അസിസ്റ്റന്റ് തലയ്ക്ക് ഒരു കൊട്ടിയെങ്കിലും നല്ലൊരു സജഷനാണ്, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. മിസ്റ്റർ ഫു പോയതിനു ശേഷം അവളും സ്റ്റാഫും വന്ന്, നാണമിലെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ, നിന്റെ ശരീരത്തിൽ എത്ര ബാക്ടീരിയസ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു മാറ്റി ബാക്ടീരിയസെ കൊല്ലുന്ന സ്പ്രേ അടിക്കുന്നു. വെഡിങ്ങിന് അവൾക്ക് നെയിൽസ് എല്ലാം റെഡിയാക്കാൻ മിസ്റ്റർ ഫു പറഞ്ഞയച്ച നെയിൽ ഡിസൈനർ വരികയാണ്. ഡിസൈനർ വന്ന് മാഡത്തിനോട് കാര്യം പറയുമ്പോൾ സ്റ്റാഫ്, നിങ്ങൾ ഇവളെയാണോ മാഡത്തിനെ വിളിച്ചത്, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, അവളല്ല, ഇതാണ് മിസ്റ്റർ ഫുവിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തുന്നു. അയാൾക്ക് അവളെ കണ്ടപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ലുക്ക് ആയതുകൊണ്ട് തന്നെ അവരായിരിക്കും മാഡം എന്ന് കരുതിയിട്ടാണ് വിളിച്ചത്, നമുക്ക് പണി തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് അവളെ കസാരയിലിരുത്തി $500,000 വരുന്ന നെയിൽസ് മുന്നിൽ വെക്കുന്നു. അത് കണ്ട അവൾ, തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി ചെലവാക്കാതിരിക്കാൻ പറ്റില്ലെന്ന് കരുതി മിസ്റ്റർ ഫുവിനെ കോൾ ചെയ്ത് വില കൂടി
കൂടിയതൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്നു. ഇവിടെ ഇവൾ നെയിൽസ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ TV-യിലെ കാണുന്ന പ്രിൻസസിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റാഫുകൾ അവളെ പൊക്കി പറയുകയാണ്. എന്നിട്ട് ഇതെല്ലാം കാണുന്ന നിനക്ക് അസൂയ തോന്നുന്നില്ലേ എന്ന് ഫോജിങ്ഷനോട് ചോദിക്കുന്നു. ഞാൻ എന്തിനെ ഇതെല്ലാം കണ്ടു കൊതിക്കണം, നിനക്ക് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങാനായി പറയുന്നു. എന്നാൽ മിസ്റ്റർ ഫു നെയിൽ ഡിസൈനർ കാശ് കൊടുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് അയാൾ ഇതെല്ലാം ചെയ്തതിന് 120 മില്യനായി. മാഡം ചെക്കാണോ അതോ കാർഡാണോ പേ ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്കുന്നു. ഇവളും എൻ്റെ ഭർത്താവ് ഈ നാട്ടിലെ തന്നെ റിച്ചസ്റ്റ് മാനാണ്, എന്നോടാണോ ക്യാഷ് ചോദിക്കുന്നത്? എന്നാൽ മിസ്റ്റർ ഫു തന്നെയാണ് പറഞ്ഞത് മാഡം നൽകിക്കോളും. അവൾക്കും ഇത് എങ്ങനെ സംഭവിച്ചെന്നും അറിയില്ല. അത്രയും ക്യാഷ് എടുക്കാനില്ലാത്തോടെ തന്നെ ഇട്ട നെയിൽസ് എല്ലാം വലിച്ചു കീറുകയാണ്. അപ്പോൾ ഫോജിങ്ഷൻ, നിങ്ങൾ സിയുടെ ഭാര്യയല്ലേ, ഒരു വെഡിങ് നെയിലിന് കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലേ എന്ന് ചോദിച്ച് കളിയാക്കുന്നു. ഇത്രയും നാളും കൂടിപ്പിറപ്പായി കണ്ടതല്ലേ എന്ന് കരുതി അവളെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താണ്ടിരിക്കാൻ മിസ്റ്റർ ഫുവിന്റെ അമ്മ കൊടുത്ത കാർഡ് അവൾ കൊടുത്തിട്ട് പേ ചെയ്യുന്നു. അത് കണ്ടതും പാവപ്പെട്ട നിന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും ക്യാഷ് എന്ന് ചോദിക്കുന്നു. ക്യാഷ് ട്രാൻസ്ഫർ ആവുമ്പോൾ അയാളൊന്ന് ഷോക്കാവുകയും അപ്പോൾ നിങ്ങളാണോ മിസ്റ്റർ ഫുവിന്റെ ഭാര്യ എന്ന് പറയുന്നു. അപ്പോൾ ആ കാർഡ് വാങ്ങിച്ച സ്റ്റാഫ്, ഈ കാർഡ് എനിക്ക് നല്ലോണം അറിയാം, ഇത് മിസ്റ്റർ ഫു ഫാമിലി ഉള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവളാണ് മിസ്റ്റർ ഫുവിന്റെ ഭാര്യ. അവൾ ആ കാർഡ് തട്ടിയെടുത്ത്, എനിക്ക് എല്ലാം മനസ്സിലായി, നീ എൻ്റെ ഭർത്താവിൻ്റെ കാർഡ് തട്ടിയെടുത്തല്ലേ എന്ന് പറയുമ്പോൾ ഫോജിൻഷൻ ആ കാർഡ് വാങ്ങിച്ച്, ഞാൻ നിന്നോട് പല തവണയായി പറയുന്നു, നിന്റെ ഓരോ പറച്ചിലും നീ കുഴിയിലാണ് വീണുന്നത്, എന്നിട്ട് എല്ലാവരോടും ഇവിടെ നിന്ന് പോകാനായി പറയുന്നു. ശേഷം അവൾ പോകുമ്പോൾ നെയിൽ ഡിസൈനർ അവളോട് ഒരു കാര്യം ചോദിക്കുന്നു. അയാളുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, അയാളുടെ ഭാര്യ ഇതുവരെ ഗർഭിണിയുമായിട്ടില്ല. ഒരു ഗർഭിണിയുടെ വയറ്റിൽ തൊട്ടാൽ തന്റെ ഭാര്യ ഗർഭിണിയാകുമെന്ന് കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിനവൾ സമ്മതിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ആ സ്റ്റാഫും അവളും ഒളിച്ചെന്ന് കാണുകയും അവളെ തെറ്റിദ്ധരിപ്പിച്ച് അവൾ മിസ്റ്റർ ഫുവിന്റെ ഭാര്യയല്ല, അവനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് കരുതി ഫോട്ടോ എടുത്ത് മിസ്റ്റർ ഫുവിന് അയക്കുന്നു. അന്ന് വൈകിട്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ആകെ സങ്കടപ്പെട്ടായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോൾ അവൾ അയച്ച ഫോട്ടോ അവൻ കണ്ടതിനാലാണ് ഇത്രയും സങ്കടം. എന്നാൽ സത്യാവസ്ഥ അറിയുന്ന അവൻ അവൾക്കൊരു കിസ് കൊടുക്കുന്നു. അവൾ അയച്ച ഫോട്ടോ കാണിക്കുകയും അവൾ നുണയാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനും വിശ്വസിക്കുന്നുണ്ട്. പിന്നെന്താ ദേഷ്യപ്പെടുന്നെന്ന് ചോദിക്കുമ്പോൾ, നീ ചെയ്യുന്ന ഓരോ കാര്യം കെയർലെസ് ആയിട്ടാണ്, അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. ഈ ഒരു ഫോട്ടോ ലീക്കായാൽ നമ്മുടെ കുഞ്ഞിനെ തന്നെയാണ് ബാധിക്കുന്നത്, അതിനെക്കുറിച്ചാണ് എൻ്റെ ടെൻഷൻ. എന്നാൽ ഇവിടെ അവൾ വീട്ടിലേക്ക് വരുമ്പോൾ അവളെ ആരോ നല്ല രീതിയിൽ പണി കൊടുത്തിട്ടായിരിക്കും അയച്ചിരിക്കുക. അത് മറ്റാരുമല്ല, മിസ്റ്റർ ഫു ചെയ്ത പണിയാണ്. എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ അവളാണ് ആ ഫോട്ടോ അയച്ചതെന്ന് പറഞ്ഞ മിസ്റ്റർ ഫു അവളെ പിടികൂടി. നീയൊക്കെ എന്ത് ചെയ്താലും ഞാൻ എൻ്റെ ഭാര്യയെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗാർഡ്സിനെ കൊണ്ട് പൊതിരെ തല്ലിക്കുന്നു. ആ സമയത്ത് അവളുടെ വീട്ടിലേക്ക് ഫോജിങ്ഷിന്റെ അമ്മയുടെ സെക്രട്ടറി വന്ന് അവളായിരിക്കും മിസ്റ്റർ ഫുവിന്റെ ഭാര്യ ആകുന്നെന്ന് കരുതി ക്യാഷും ജ്വല്ലറീസ് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇവർ കരുതി ഇത് മിസ്റ്റർ ഫു ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. പക്ഷേ ഫോജിങ്ഷൻ താമസിക്കുന്നത് ഇവിടെയായിരുന്നല്ലോ, അതുകൊണ്ട് അവളായിരിക്കും മകളെന്ന് കരുതിയാണ് കൊടുത്തത്. എന്നാൽ സെക്രട്ടറിക്ക് അവളെ കണ്ടപ്പോൾ അത് മാഡത്തിന്റെ മകളാണെന്ന് തോന്നുന്നില്ല. മാഡത്തിനോട് ഒന്ന് വന്ന് നോക്കാനായി പറയുമ്പോൾ അവർക്ക് അധിക നാള് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർ മരിച്ചു പോയാലും കുടുംബത്തിന്റെ എല്ലാ സ്വത്തുക്കൾക്കും മകൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബ്ലഡും വൊമിറ്റ് ചെയ്യുകയും ബോധം കെട്ടും വീഴുന്നു. അന്ന് രാത്രി ഇവിടെ ഫോജിങ്ഷൻ റോഡിൽ തന്റെ മകളെവിടെ എന്ന് ചോദിച്ച് അവളുടെ അമ്മ തേരപ്പാര അലയുന്നത് ഇവൾ കാണുകയും പെട്ടെന്ന് അവർക്ക് ആക്സിഡന്റ് സംഭവിച്ച ഒരു സ്വപ്നം അവൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. മിസ്റ്റർ ഫുവും എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു അപകടത്തിലാണ്, അവർ മരിക്കുമോ എന്ന് പറയുമ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിക്കുന്നു. അപ്പോൾ അവന്റെ അസിസ്റ്റന്റ് വിളിച്ച്, സാർ നിങ്ങളുടെ ഭാര്യയുടെ അമ്മയെ കണ്ടെത്തിയെന്നും പക്ഷേ അവർ ഇപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയുന്നു. അവൾ പ്രഗ്നന്റ് ആയ സമയത്ത് ഇതറിഞ്ഞാൽ അത് കുഞ്ഞിനെയും ബാധിക്കുമെന്ന് കരുതി അസിസ്റ്റന്റ് നിന്റെ അമ്മയെ കണ്ടെത്തി നമ്മുടെ എൻഗേജ്മെന്റ് പാർട്ടിക്ക് വരുമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്കും ഹാപ്പി ആവുകയാണ്. അങ്ങനെ എൻഗേജ്മെന്റ് ദിവസം വന്നെത്തുകയാണ്. അവിടെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ട്. അവിടേക്ക് ഫോജിങ്ഷൻ എൻഗേജ്മെന്റ് ഡ്രസ്സെല്ലാം ഇട്ട് വരുമ്പോൾ ഇത് എന്താ മിസ്റ്റർ ഫു രണ്ടുപേരെയും വിവാഹം ചെയ്യുന്നുണ്ടോന്ന് ആൾക്കാർ പറയുന്നു. ഫോജിങ്ഷൻ വന്നത് കണ്ട് അവളുടെ അച്ഛൻ ഒരടി കൊടുത്തിട്ട്, നീ എന്താ ഇവിടെ? മിസ്റ്റർ ഫു എൻ്റെ മകളെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. അവൾ എല്ലാവർക്കും മുന്നിൽ അവർ മാരേജ് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് കാണിച്ച്, ഞാനാണ് മിസ്റ്റർ ഫുവിന്റെ ഭാര്യ എന്ന് പറയുന്നു. ഉടനെ സ്റ്റാഫായ ലേഡി അത് തട്ടിയെടുത്ത്, ഇത് റിയൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, എന്നാൽ അവൾ ഇത് ഫേക്കാണ്. ഇന്നലെ മിസ്റ്റർ ഫു എൻഗേജ്മെന്റിന് ഒരുങ്ങാൻ
വാങ്ങാനായിട്ടുള്ള ഗിഫ്റ്റുമായിട്ടാണ് വീട്ടിൽ വന്നത്. അവൻ നിന്നെ വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ മാരേജ് സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞ് അവൾക്ക് മുന്നിൽ ക്യാഷ് വലിച്ചെറിയുകയാണ്. ഇവിടെ മിസ്റ്റർ ഫു ജിങ്ഷന്റെ റിയൽ ആയിട്ടുള്ള അമ്മയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ആ സമയത്ത് അവൻ്റെ അമ്മ ഓടി വന്ന് എൻഗേജ്മെന്റ് പാർട്ടിയിൽ വാ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം കേൾക്കുന്ന അവളുടെ അമ്മ കണ്ണു തുറക്കുകയും തൻ്റെ മകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നു. ഇവിടെ അവൾ എല്ലാവരെയും ചേർത്ത് പുറത്തിറക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ മിസ്റ്റർ ഫു വന്ന് അവളെ സേഫ് ചെയ്യുകയും ഞാനെപ്പോഴാണ് നിന്നെ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞത്, നിങ്ങളല്ലേ ഇന്നലെ വിവാഹത്തിനുള്ള ഗിഫ്റ്റ് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ നിന്നോട് പല തവണയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ ഫു ജിങ്ഷനാണ്. എന്നിട്ട് അവരെ എല്ലാവരെയും പുറത്താക്കാനായി പറയുന്നു. അന്നേരം ആരാണ് എൻ്റെ മകളെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ റിയൽ ആയിട്ടുള്ള അമ്മ വരുന്നു. ആ സമയത്ത് അവൾ ഫു ജിങ്ഷന്റെ കയ്യിലുണ്ടായ ചെയിന് താഴെ നിന്ന് കിട്ടുകയാണ്. അത് കണ്ടുടനെ അവളുടെ അമ്മയ്ക്ക് അതാണ് തൻ്റെ മകളെന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുന്നു. പക്ഷെ ഫു ജിങ്ഷന് അവരെ കണ്ടിട്ട് എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുകയാണ്. അവൾക്കും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ മകളാണോന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ ചെയിൻ കസ്റ്റം ചെയ്തതാണ്, നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് മാത്രമാണ് ഈ ചെയിൻ ഉള്ളത് എന്ന് പറയുമ്പോൾ ഫു ജിങ്ഷൻ ഇത് കണ്ടപ്പാടെ ഇത് എൻ്റെ ചെയിനാണ്, എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വന്നത്? എന്നാൽ അവൾ അത് തട്ടിയെടുത്ത് ഇത് എൻ്റെയാണ്, ഞാനാണ് മകളെന്ന് പറയുമ്പോൾ എന്നാൽ അവളുടെ അമ്മയായ ചെയിന് ഫു ജിങ്ഷനെ കിഡ്നാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ മകളൊരു സമ്പന്ന കുടുംബത്തിലേക്ക് പോകട്ടെ എന്ന് കരുതി മകളൊക്കൊപ്പം കൂടെ നിൽക്കുന്നു. ഇവിടെ രണ്ടുപേരും പറയുന്നത് അവർക്കും ഡൗട്ട് വരികയാണ്. അതുകൊണ്ട് ആ ചെയിൻ വാങ്ങിച്ച് ഇത് എൻ്റെ ചോരയിൽ പിറന്ന മകളുടെ ബ്ലഡ് കൊണ്ടാൽ ഫീനിക്സ് പക്ഷി പറക്കും, അതുകൊണ്ട് അവളുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അവൾ ഒട്ടും തന്നെ സമ്മതിച്ചില്ല. ഒരു വിധത്തിൽ സെക്രട്ടറി അവളുടെ കയ്യിൽ ഒരു കുത്തുകുത്തി ആ ബ്ലഡ് തേനിൽ ഒഴിക്കുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഫു ജിങ്ഷന്റെ ബ്ലഡ് ഒഴിക്കുമ്പോൾ ഫീനിക്സ് പക്ഷി പറന്നു പോവുകയാണ്. അങ്ങനെ അമ്മയും മകളും ഒന്നിക്കുന്നു. എന്നിട്ട് മിസ്റ്റർ ഫു അവരെല്ലാവരും പോലീസിൽ ഏൽപ്പിക്കാനായി പറയുന്നു. ശേഷം എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അവളുടെ അമ്മ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഫു ജിങ്ഷൻ പറയുകയാണ്. ഇതോടെ ഈ ഡ്രാമ കഴിഞ്ഞ്. ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖ